Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് ഇത്. 17ാമത്തെ വീഡിയോ ആണ്. പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അഥവാ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പുതിയൊരു ആശയമാണ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. എന്താണ് റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. റാൻഡം വേരിയബിൾ ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ് ഡൊമൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് ആണ് റാൻഡം വേരിയബിൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. റാൻഡം വേരിയബിളിനെ ചാൻസ് വേരിയബിൾ അഥവാ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us consider the experiment of tossing a coin 2 times in succession. ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് HH, HT, TH, TT. ഇതാണ് സാമ്പിൾ സ്പേസ്. അതിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് കോയിൻ 2 തവണ ഇടുമ്പോൾ ഒന്നുകിൽ രണ്ടും എച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യം എച്ച് രണ്ടാമത് ടി കിട്ടാം, അല്ലെങ്കിൽ ആദ്യം ടി കിട്ടും രണ്ടാമത് ഹെഡ് ലഭിക്കാം, അല്ലെങ്കിൽ ആദ്യവും രണ്ടാമതും ടെയിൽ തന്നെ ലഭിക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എക്സ് ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. Then x is a random variable and for each outcome its value is as given below. നമുക്ക് താഴെ കാണുന്ന പോലെ എക്സിൻ്റെ വാല്യൂ എഴുതാം. അതായത് എക്സ് ഓഫ് എച്ച് എച്ച് ഈക്വൽ ടു 2. നമുക്ക് എക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ഏതൊക്കെയാണ്? ഒന്നുകിൽ രണ്ടും ഹെഡ് വരാം. നമുക്ക് ഓരോ ഔട്ട്കമായിട്ട് എടുക്കാം. ഓരോ ഔട്ട്കമ്മിലും ഉള്ള ആ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ എച്ച് എച്ച് ആണ്. എച്ച് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്നാണ്? എക്സ് ഓഫ് എച്ച് എച്ച് 2 ആണ്. കാരണം എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ എച്ച് എച്ചിൽ എത്ര ഹെഡ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 2 ആണ്. അതിന് നമുക്ക് എക്സ് ഓഫ് എച്ച് എച്ച് ഈക്വൽ ടു 2 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ എച്ച് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എച്ച് ടി എന്ന് പറഞ്ഞാൽ ഒരു ഹെഡാണ്. അപ്പോൾ എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1 ആണ്. എക്സ് ഓഫ് എച്ച് ടി 1. അതുപോലെ എക്സ് ഓഫ് ടി എച്ച് 1, എക്സ് ഓഫ് ടി ടി 0. കാരണം ടിയിലെ നമ്പർ ഓഫ് ഹെഡ്സ് 0 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. എച്ച് എച്ചിലാണ് നമ്പർ ഓഫ് ഹെഡ്സ് 2, എച്ച് ടിയിൽ 1, ടി എച്ചിൽ 1, ടി ടിയിലെ നമ്പർ ഓഫ് ഹെഡ്സ് 0. അപ്പോൾ ഇതാണ് റാൻഡം. അപ്പോൾ എക്സ് ആണ് റാൻഡം വേരിയബിൾ. അതിന് കൊടുത്ത വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് കിട്ടുന്ന വാല്യൂസ് 0, 1, 2. അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കമ്മിനെയും, ഇവിടെ 4 ഔട്ട്കം കിട്ടിയിട്ടുണ്ട്, ആ ഓരോ ഔട്ട്കമ്മിനെയും നമ്മളൊരു സംഖ്യയിലേക്ക് അസൈൻ ചെയ്തു. അങ്ങനെ ഓരോ ഔട്ട്കമ്മുകളെയും ഒരു സംഖ്യയിലേക്ക് അസൈൻ ചെയ്തു കൊടുക്കുക എന്ന കാര്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ആശയം ആണ് റാൻഡം വേരിയബിളായി പഠിക്കാൻ പോകുന്നത്. ഇവിടെ എക്സിന് അപ്പോൾ 0, 1, 2 എന്ന വിലയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ വില 0, 1, 2 ആവുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊബബിലിറ്റി കണ്ടുപിടിക്കണം. എക്സ് 0 ആവുമ്പോൾ എക്സിൻ്റെ പ്രൊബബിലിറ്റി, എക്സ് 1 ആകുമ്പോൾ ഉള്ള പ്രൊബബിലിറ്റി, എക്സ് 2 ആകുമ്പോൾ കിട്ടുന്ന അതിൻ്റെ പ്രൊബബിലിറ്റി. Now we can prepare a table showing the values of the random variable and corresponding probabilities. This is called probability distribution or തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കിതിനെ ഒരു ടേബിൾ ആയിട്ട് എഴുതാം. ആ ടേബിളിൽ ആദ്യം എക്സിൻ്റെ വാല്യൂസ് എഴുതുക താഴെ, പിന്നെ കറസ്പോണ്ടിങ് പ്രൊബബിലിറ്റി രണ്ടാമത്തെ കോളമായിട്ട് എഴുതുക. അങ്ങനെ എഴുതിയാൽ അതിന് പറയുന്നതാണ് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി എക്സ് 0 ആവുമ്പോൾ
എക്സ് 0 ആകുമ്പോൾ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? എക്സ് 0 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 ടെയിൽ വരിക. അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1/4. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1, എക്സിന് 1 ആണെങ്കിൽ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന റാൻഡം വേരിയബിളിന് 1 എന്നുള്ള വില കിട്ടുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി. 1 കിട്ടുക എന്ന് പറഞ്ഞതിനർത്ഥം ഒന്നുകിൽ എച്ച് ടി അല്ലെങ്കിൽ ടി എച്ച് എന്ന വാല്യൂ ലഭിക്കുക എന്നാണ്. അപ്പോൾ 2/4. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എച്ച് എന്നാണ്. എച്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0, 1, 2. ഇനി ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്താണ്? രണ്ടും ടെയിൽ കിട്ടുമ്പോഴാണ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഹെഡ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ടെയിൽസ് 1/4 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ് എന്നാണ്. ഗെറ്റിംഗ് 1 ഹെഡ് എന്താണ്? ഇവിടെ എച്ച് ടി ടി എച്ച് ടി ടി ആണ്. അപ്പോൾ ഒരു ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാൽ 2/4. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 2, പി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ എച്ച് ഒരെണ്ണേ ഉള്ളൂ, ആകെ 4 ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്ന് പറയുന്നത് 1/4. ഇനി നമുക്കിതൊരു ടേബിളായിട്ട് എഴുതാം. ഒബ്റ്റെയിനിങ് ഓഫ് ഹെഡ്സ് എക്സ് 0, 1, 2. പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ഹെഡ്സ് പി ഓഫ് എക്സ് 1/4, 2/4, 1/4. ടോട്ടൽ പ്രോബബിലിറ്റി 1. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത്. എക്സ് എന്നുള്ളൊരു കോളം, റാൻഡം വേരിയബിൾ എക്സ് ഒരു കോളമായിട്ടും അതിൻ്റെ പ്രോബബിലിറ്റി രണ്ടാമതൊരു കോളവുമായിട്ട് നമുക്കൊരു ടേബിളിൽ എഴുതാം. അതിന് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. ഇനി ഈ റാൻഡം വേരിയബിളിൻ്റെ വില 0, 1, 2, 3 അങ്ങനെ മാത്രമാണോ വരുന്നത്? അങ്ങനെയല്ല. നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഏത് റിയൽ വാല്യൂ വേണമെങ്കിലും എക്സിന് വരാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് ഡെഫിനേഷൻ ചെയ്തത്. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ എന്നോട് പറയുന്നു അയാൾ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യും. ഒരാൾ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഓരോ ഹെഡിനും അയാൾ എനിക്ക് 2 രൂപ തരും. ടെയിൽ വന്നാൽ ഞാൻ അയാൾക്ക് 1.5 രൂപ കൊടുക്കണം. അപ്പോൾ ഒരാൾ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നു. അങ്ങനെ ടോസ് ചെയ്യുമ്പോൾ ഓരോ ഹെഡിനും എനിക്ക് 2 രൂപ ലഭിക്കും. ഓരോ ടെയിൽ വന്നാൽ ഞാൻ അങ്ങോട്ട് 1 രൂപ 50 പൈസ കൊടുക്കണം. ആ കളിയിൽ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടമാകുന്നതോ ആയ സംഖ്യയാണ് എക്സ് ആയിട്ടെടുക്കുന്നത് എങ്കിൽ എക്സിൻ്റെ വില. അപ്പോൾ എക്സ് ഇവിടെ റാൻഡം വേരിയബിളാണ്. നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുക. ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിനെ നമ്മളൊരു റിയൽ വാല്യൂയിലേക്ക്, ഒരു സംഖ്യയിലേക്ക് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിനെ ഓരോ സംഖ്യയിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ അസൈൻ ചെയ്യാനെടുത്ത കാര്യം ഇതാണ്. ഓരോ ഹെഡിനും 2 രൂപ എനിക്ക് ലഭിക്കുന്നു. ഓരോ ടെയിലിനും ഞാൻ അങ്ങോട്ട് 1.5 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതോ ആയ സംഖ്യയാണ് ഇവിടെ എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സാമ്പിൾ സ്പേസ് വരിക. ഇവിടെ സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് ഇതാണ് സാമ്പിൾ സ്പേസ്. അതായത് ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നു. അപ്പോൾ ലഭിക്കുന്ന ഔട്ട്കംസ് ആണ് സാമ്പിൾ സ്പേസ് ആയിട്ട് എഴുതുന്നത്. ആദ്യം ഹെഡ് ലഭിക്കാം, രണ്ടാമതും ഹെഡ്, മൂന്നാമതും ഹെഡ്, അല്ലെങ്കിൽ ആദ്യം ഹെഡ്, രണ്ടാമത് ഹെഡ്, മൂന്നാമത് ടെയിൽ എന്നിങ്ങനെ ഈ 8 റിസൾട്ടുകളാണ് സാമ്പിൾ സ്പേസിൽ വരുന്നത്. ഇവിടെ നമ്മൾ എക്സ് എന്തായിട്ടാണ് എടുത്തത്? റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എനിക്ക് ലഭിക്കുന്നതോ നഷ്ടമാകുന്നതോ ആയ സംഖ്യയാണ് എക്സ്. സാമ്പിൾ സ്പേസിൽ ഓരോ ഔട്ട്കത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഓഫ് എച്ച് എന്താണ്? എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? 6 രൂപ.
ആദ്യം ഹെഡ്, രണ്ടാമത് ഹെഡ്, മൂന്നാമത് ഹെഡ്. അതായത് ഓരോ ഹെഡിനും 2 രൂപ ലഭിക്കുകയാണ്. അപ്പോൾ 3 ഹെഡ് ഉള്ളത് കൊണ്ട് 6. ഇനി HHT, എക്സ് ഓഫ് HHT എന്താണ്? HHTക്ക് കറസ്പോണ്ടിങ് ആയ എക്സിൻ്റെ വാല്യൂ. HHT എന്ന് പറഞ്ഞാൽ 2 ഹെഡും 1 ടെയിലുമാണ്. അപ്പോൾ 2 രൂപ ആദ്യം ലഭിക്കും, വീണ്ടും 2 രൂപ, പിന്നെ 1 രൂപ 50 പൈസ അങ്ങോട്ട് കൊടുക്കണം, കാരണം ടെയിലാണ് ലഭിച്ചത്. അങ്ങനെ വരുമ്പോൾ 4 - 1.5 2 രൂപ 50 പൈസ. അതാണ് HHTക്ക് കറസ്പോണ്ടിങ് ആയ എക്സ് വാല്യൂ. അത് തന്നെയാണ് HTHനും അത് തന്നെയാണ് THHനും. അപ്പോൾ എക്സ് ഓഫ് HHT എന്ന് പറയുന്നത് 2.5 ആണ്. അത് തന്നെയാണ് എക്സ് ഓഫ് HTH, അത് തന്നെയാണ് എക്സ് ഓഫ് THH. ഇനി അടുത്ത HTT, ഒരു ഹെഡ് വരുമ്പോൾ നമുക്ക് എന്ത് വരും? HTT ആകുമ്പോൾ ആദ്യം ഒരു 2 രൂപ ലഭിക്കുന്നു, പിന്നെ ടെയിലാണ്, അപ്പോൾ 1 രൂപ 50 പൈസ കൊടുക്കണം. വീണ്ടും കിട്ടിയത് ടെയിലാണ്, അപ്പോൾ വീണ്ടും 1 രൂപ 50 പൈസ കൊടുക്കണം. അപ്പോൾ 3 രൂപ കൊടുക്കുകയും 2 രൂപ ലഭിക്കുകയാണ്. മൊത്തത്തിൽ 1 രൂപ നഷ്ടമാണ്. ഈ നഷ്ടം കാണിക്കാൻ നമ്മൾ -1 എന്ന് എഴുതുന്നു. അത് ഈ HTTയുടെ എക്സ് വാല്യൂ തന്നെയാണ് THTക്കും TTHനും വരുന്നത്, കാരണം 2 ടെയിലും 1 ഹെഡുമാണ് ഉള്ളത്. അപ്പോൾ എക്സ് ഓഫ് HTT എന്ന് പറയുന്നത് -1 റുപ്പിയാണ്. അത് തന്നെയാണ് എക്സ് ഓഫ് THT, അത് തന്നെയാണ് എക്സ് ഓഫ് TTH. ഇനി TTTക്ക് കറസ്പോണ്ടിങ് ആയ എക്സ് വാല്യൂ എന്താണ്? എക്സ് ഓഫ് TTT. ആദ്യം ടെയിൽ ലഭിക്കുന്നു, അപ്പോൾ 1.5, 1 രൂപ 50 പൈസ കൊടുക്കണം. വീണ്ടും ടെയിലാണ്, വീണ്ടും 1.5, വീണ്ടും ടെയിൽ, അപ്പോൾ വീണ്ടും 1 രൂപ 50 പൈസ. മൊത്തം 4 രൂപ 50 പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ നഷ്ടമാവുകയാണ് ചെയ്ത്, 4 രൂപ 50 പൈസ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടം കാണിക്കാൻ നമ്മൾ -4.5 എന്ന് എഴുതുന്നു. അപ്പോൾ എക്സ് ഓഫ് TTT എന്ന് പറഞ്ഞാൽ -4.5, 4 രൂപ 50 പൈസ നഷ്ടം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 2.5, -1, -4.5, പിന്നെ 6, 2.5, -1, -4.5. നേരത്തെ നമുക്ക് എക്സിന് 0, 1, 2 എന്നുള്ള വില കിട്ടിയത്. അപ്പോൾ 0, 1, 2, 3 ആ രീതിയിലുള്ള വിലകളല്ലാതെ നെഗറ്റീവ് വിലകളും ദശാംശ വിലകളും എല്ലാം ലഭിക്കാം. അതായത് എക്സിന് ഏതൊരു റിയൽ നമ്പറും വിലയായി ലഭിക്കാം. സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കത്തിനും കറസ്പോണ്ടിങ് ആയി ഒരു റിയൽ നമ്പർ കിട്ടുന്നു എന്നതാണ് ഇവിടെ ഇവിടെ നടക്കുന്നത്. സാമ്പിൾ സ്പേസിലെ ഏത് എലമെൻറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയ ഒരു റിയൽ നമ്പർ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. സാമ്പിൾ സ്പേസിലെ ഏതൊരു ഔട്ട്കത്തിനും കറസ്പോണ്ടിങ് ആയി ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നു. അതായത് എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നതാണ് HHH, HHT, HTT, TTT, HTH, THCH, THT, TTH. ഇതൊക്കെ എന്താണ്? റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. ഇതെല്ലാം ചേർന്നാൽ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ അതാണ് ഡൊമൈൻ. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 6, 2.5, -1, -4.5. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റുകളുണ്ടോ അവയെല്ലാം ഏതെങ്കിലും ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഫംഗ്ഷനായി നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നതിന്, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനായി പരിഗണിക്കാം. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ എനിക്ക് 6 രൂപ ലഭിക്കാനുള്ള സാധ്യത എന്താണ്? 6 രൂപ ലഭിക്കാനുള്ള സാധ്യത, അതായത് P of x = 6 എന്താണ്? 6 രൂപ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഗെറ്റിംഗ് 3 ഹെഡ്സ്. അത് എത്രയാണ്? 1/8. അതുപോലെ 2.5 രൂപ ലഭിക്കാനുള്ള സാധ്യത എന്താണ്? P of x = 2.5 എന്താണ്? 2 രൂപ 50 പൈസ ലഭിക്കണമെങ്കിൽ 2 ഹെഡ്സ് ലഭിക്കണം. അത് 2 ഹെഡാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് അതെന്താണ്? 3/8. ഇനി P of x = -1, 1 രൂപ നഷ്ടപ്പെടുവാനുള്ള സാധ്യത എന്ന് വെച്ചാൽ 1 ഹെഡ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി
പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ് എന്നാണ്. അതെന്താണ് 1 ഹെഡ്? 1 2 3 3/8. ഇനി 4 രൂപ 50 പൈസ നഷ്ടപ്പെടുവാനുള്ള സാധ്യത പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്സ്, അതായത് 1/8. അതായത് റാൻഡം വേരിയബിളിൻ്റെ ഓരോ വിലയ്ക്കും കറസ്പോണ്ടിങ് ആയ ഒരു പ്രൊബബിലിറ്റി ഉണ്ട്. അങ്ങനെ റാൻഡം വേരിയബിളിൻ്റെ ഓരോ വിലയ്ക്കും നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊബബിലിറ്റി കൂടി അടയാളപ്പെടുത്തി എഴുതുമ്പോൾ ലഭിക്കുന്ന ടേബിളിനെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നു. എ ടേബിൾ ഷോയിങ് ഓൾ ദ വാല്യൂസ് ഓഫ് എ റാൻഡം വേരിയബിൾ വിത്ത് ദെയർ കറസ്പോണ്ടിങ് probabilities, that is probability distribution is P of x equal to 6. എന്താണ്? P of getting 3 heads, that is 1/8. ഈ സാമ്പിൾ സ്പേസ് നിന്ന് കിട്ടും 1/8. അടുത്ത് P of x equal to 2.5. 2.5 ആകുമ്പോൾ 2 heads ആണ്. probability of getting 2 heads, that is 3/8. P of x equal to -1. 1 രൂപ നഷ്ടപ്പെടാനുള്ള probability. P of getting 1 head, that is 3/8. probability of x equal to -4.5. probability of getting no head equal to 1/8. ഇനി നമുക്കിതിനൊരു ടേബിളായി എക്സ്പ്രസ് ചെയ്യാം. നേരത്തെ എഴുതിയ കാര്യങ്ങളൊരു ടേബിളാക്കിയിട്ട് എഴുതിയെന്നുള്ളൂ. എക്സിൻ്റെ വാല്യൂ 6, 2.5, -1, -4.5, പ്രോബിലിറ്റി ഈ രീതിയിൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതൊരു റിയൽ വാല്യൂവും ആവാം. ദാറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ whose domain is the sample space of a random experiment. Probability distribution or theoretical distribution. Probability distribution or theoretical distribution can be defined as a distribution obtained for a random variable on the basis of a mathematical model. It is obtained on the basis of actual observation or experiments, but on the basis of probability law. Binomial distribution, Poisson distribution and normal distribution etc. are examples of theoretical distribution. ഇപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ ഓരോ വിലയ്ക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൂടി അടയാളപ്പെടുത്തി എഴുതുമ്പോഴാണ് നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ലഭിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, Poisson distribution and normal distribution. Suppose x is a random variable and assumes values x1, x2, x3, etc. xn with corresponding probabilities p1, p2, p3, etc. pn. Then the probability distribution is x1, x2, etc. xn, p of x equal to x, that is p1, p2, p3, etc. pn. x ഒരു റാൻഡം വേരിയബിൾ, ആ റാൻഡം വേരിയബിളിന് x1, x2, x3, etc. xn ഉള്ള വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അതായത് പി ഓഫ് എക്സ് ഈക്വൾ ടു x1 p1 ആണ്, പി ഓഫ് എക്സ് ഈക്വൾ ടു x2 p2 ആണ്. അങ്ങനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു ടേബിളായി എക്സും പ്രോബബിലിറ്റിയും എഴുതിയാൽ അതിനെ പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എവരി വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എവരി വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈസ് നോൺ നെഗറ്റീവ്. P of x is greater than or equal to 0. Sum of all the probability values will be 1. That is sigma P of x equal to 1. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രീതി. പ്രോബബിലിറ്റി എല്ലാം നോൺ നെഗറ്റീവ് ആയിരിക്കണം, പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. A distribution is given below. State whether this distribution is a probability distribution. x 0, 1, 2, 3, 4. P of x 0.01, 0.1, 0.5, 0.3, 0.09. Here all values of P of x are more than 0. ആദ്യത്തെ 0.01, 0.10, 0.50, 0.30, 0.09. That is all P of x are more than 0. And sum of all P of x values is equal to 1. 0.01, 0.1, 0.5, 0.3, 0.09 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ പി എക്സ് ഈക്വൽ ടു 1 ആർ സാറ്റിസ്ഫൈഡ് ഹിയർ. Therefore the given distribution is a probability distribution. Mathematical expectation. എന്താണ് expectation of x? If x is a random variable
assuming values x1, x2, x3, etc. xn with corresponding probabilities p1, p2, p3, etc. pn, then expectation of x is defined as x1 p1 plus x2 p2 plus x3 p3 plus etc. plus xn pn. x ഒരു റാൻഡം വേരിയബിൾ ആണ്. എക്സിന് x1, x2, etc. xn എന്നുള്ള വാല്യൂസ് ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് p1, p2, p3, etc. pn ആണെങ്കിൽ x1 ഇൻറ്റു p1 പ്ലസ് x2 ഇൻറ്റു p2 പ്ലസ് x3 ഇൻറ്റു p3 ഓരോ റാൻഡം വേരിയബിൾ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണാം. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ദ മെയിൻ വാല്യൂ ഓഫ് എക്സ്. അടുത്ത വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എക്സ്. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ assuming values x1, x2, etc. xn with corresponding probabilities p1, p2, p3, etc. pn, then the variance of x is defined as sigma x square p of x minus expectation x whole square. Expectation x ആണ് sigma x px ആണ്. അതായത് x1 p1 plus x2 p2 plus x3 p3 plus etc. xn pn. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. അതായത് x1 സ്ക്വയർ p1 പ്ലസ് x2 സ്ക്വയർ p2 പ്ലസ് x3 സ്ക്വയർ p3 എറ്റ്സെട്ര. അതിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ എക്സിൻ്റെ ഹോൾ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. അതാണ് വേരിയൻസ് ഓഫ് എക്സ്. Find mean and variance of x from the following probability distribution. f of 0 equal to 1 by 8, f of 1 equal to 3 by 8, f of 2 equal to 3 by 8, f of 3 equal to 1 by 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് 0 എന്നാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0, അതുപോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1, പി ഓഫ് എക്സ് ഈക്വൽ ടു 2, പി ഓഫ് എക്സ് ഈക്വൽ ടു 3. അതാണ്. ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എഫ് ഓഫ് എക്സ്. ഇവിടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 1 by 8, 3 by 8, 3 by 8, 1 by 8. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ചെയ്യാം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ എക്സ്. നമുക്കത് ടേബിൾ വരയ്ക്കാം. ടേബിൾ നോക്കാം. എക്സ് 0, 1, 2, 3. ആദ്യം എക്സ് 0, 1, 2, 3 എന്ന് എഴുതി. പി ഓഫ് എക്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1 by 8, 3 by 8, 3 by 8, 1 by 8 ഇത്രയും തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് മീനും വേരിയൻസുമാണ്. എക്സ് തന്നിട്ടുണ്ട്, പി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. 0 ഇൻറ്റു 1 by 8 0, 1 ഇൻറ്റു 3 by 8 3 by 8, 2 ഇൻറ്റു 3 by 8 6 by 8, 3 ഇൻറ്റു 1 by 8 3 by 8. എൻ്റെ ടോട്ടൽ 0, 3 by 8ഉം 6 by 8ഉം 3 by 8ഉം 3ഉം 6, 9, 3, 12, 12 by 8. അതാണ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ എക്സ്, അതായത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 12 by 8. അതാണ് നമുക്ക് കിട്ടുന്നത്. 12 by 8നെ നമുക്ക് 4 ഡിവൈഡ് ചെയ്താൽ 3 by 2, അതായത് 1.5. ഇനി വേരിയൻസ് ഓഫ് എക്സ് കാണാം. അതിന് ആദ്യം നമുക്ക് കാണേണ്ടത് സിഗ്മ എക്സ് സ്ക്വയർ പി എക്സ് ആണ്. എക്സ് സ്ക്വയർ പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ 0 ഇൻറ്റു 1 by 8 0. അടുത്ത 1 സ്ക്വയർ ഇൻറ്റു 3 by 8 3 by 8. അടുത്ത 2 സ്ക്വയർ ഇൻറ്റു 3 by 8. 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 3 12, 12 by 8. അടുത്തത് 3 സ്ക്വയർ ഇൻറ്റു 1 by 8. 3 സ്ക്വയർ 9, 9 ഇൻറ്റു 1 by 8 9 by 8. ഇനി എക്സ് സ്ക്വയർ പി ഓഫ് എക്സിൻ്റെ സം 9 by 8ഉം 12 by 8ഉം 3 by 8ഉം. 3 plus 12 15, 15 plus 9 24, 24 by 8, ദാറ്റ് ഈസ് 3. അപ്പോൾ എക്സ് സ്ക്വയർ പി എക്സിൻ്റെ ടോട്ടൽ 3 കിട്ടി. ഇനി വേരിയൻസ് ഓഫ് എക്സ് നമുക്കറിയാം. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതായത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ്. എക്സ്പെക്റ്റേഷൻ എക്സ് ആണ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അത് നമുക്ക് കിട്ടിയത് 12 by 8, അതായത് 1.5 എന്നാണ്. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ 3 മൈനസ് 1.5ൻ്റെ സ്ക്വയർ 1.5ൻ്റെ സ്ക്വയർ 2.25. സബ്ട്രാക്ട് ചെയ്യുക. 3 മൈനസ് 2.25 0.75. 0.75 ആണ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് 0.75, അരിത്തമെറ്റിക് മീൻ 1.5. Let f of x equal to 0.2 when x equal to 1. f of x equal to 0.3 when x equal to 2. f of x equal to 0.5 when x equal to 3. Find expectation of x and variance of x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1, 2,
3. എക്സ് 1 2 3. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0.2, 0.3, 0.5. നമുക്ക് എഴുതാം, ടേബിൾ എഴുതാം. എക്സ് 1 2 3, പി ഓഫ് എക്സ് 0.2, 0.3, 0.5. ഇനി എക്സിൻ്റെ പി ഓഫ് എക്സ് കാണണം. 1 ഇൻറ്റു 0.2, 0.2, 2 ഇൻറ്റു 0.3, 0.6, 3 ഇൻറ്റു 0.5, 1.5, ടോട്ടൽ 2.3. അടുത്ത നമുക്ക് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് കാണാം. 1 സ്ക്വയർ ഇൻറ്റു 0.2, 0.2, 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 0.3, 4 ഇൻറ്റു 3 12, 1.2. അടുത്ത 3 സ്ക്വയർ ഇൻറ്റു 0.5, 9 ഇൻറ്റു 5 45, 4.5, മൊത്തം 5.9. ഇനി എക്സ്പെക്റ്റേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 2.3. എക്സ്പെക്റ്റേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 2.3. അടുത്തത് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വി ഓഫ് എക്സ് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്നാണ്. അതായത് 5.9 മൈനസ് 2.3 സ്ക്വയർ. 5.9 ആണ് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് കിട്ടുന്നത്. 5.9 മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ് കിട്ടുന്നത് 2.3 ആണ് അതിൻ്റെ സ്ക്വയർ. അതായത് 5.29. 5.9 മൈനസ് 5.29 മൈനസ് ചെയ്താൽ 0.61. അതാണ് വേരിയൻസ് ഓഫ് എക്സ്. എ പെട്രോൾ പമ്പ് പ്രൊപ്പറൈറ്റർ സെൽസ് on an average rupees 80,000 worth of petrol on rainy days and an average of rupees 95,000 on clear days. Statistics from the meteorological department shows that the probability is 0.76 for clear weather and 0.24 for rainy weather on coming Wednesday. Find the expected value of petrol sale on coming Wednesday. Expected value of petrol sale on coming Wednesday. ഇവിടെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? 80,000 ഓൺ റെയിനി ഡേയ്സ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.24 ഫോർ റെയിനി വെതർ എന്നാണ്. അപ്പോൾ 80,000 ഇൻറ്റു 0.24 പ്ലസ് 95,000 ഓൺ ക്ലിയർ ഡേയ്സ് എന്നാണ്. അവിടെ പ്രോബിലിറ്റി 0.76 ആണ്. അപ്പോൾ 95,000 ഇൻറ്റു 0.76 സിംപ്ലിഫൈ ചെയ്താൽ 19,200 പ്ലസ് 72,200 ആഡ് ചെയ്യുമ്പോൾ 91,400. എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് rupees 91,400. Examine whether the following is a probability distribution: f of 0 1/4, f of 1 1/3, f of 2 1/3, f of 3 equal to 1/12. Here x equal to 0 1 2 3 and p of x 1/4, 1/3, 1/3, 1/12. x is 0 1 2 3, p of x 1/4, 1/3, 1/3, 1/12, total 1. Total probability 1 ആണ്. Here all p of x values, here all values of px, അല്ലെങ്കിൽ all px values are more than 0 and sum of all px values is equal to 1. Since two conditions, namely p of x greater than 0 and p sigma p of x equal to 1 are satisfied, the given distribution is a probability distribution. p of x എല്ലാം greater than or equal to 0 അതുപോലെ സിഗ്മ p of x 1 ആയിരിക്കുക. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു probability distribution ആണ്. f of x takes values 0.1, 0.2, 0.4, 0.2, 0.1 as x takes values 0, 1, 2, 3, 4 respectively, and f of x equal to 0 for other values of x. Examine whether f of x is a probability function. നമുക്ക് ഒരു ടേബിളായിട്ട് ഇതിൻ്റെ വാല്യൂസ് എഴുതി നോക്കാം. x 0, 1, 2, 3, 4. എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4. p of x 0.1, 0.2, 0.4, 0.2, 0.1. ടോട്ടൽ പ്രോബിലിറ്റി 1. അതുപോലെ പി ഓഫ് എക്സ് എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ 0യുമാണ്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രോബിലിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. ഹിയർ ഓൾ വാല്യൂസ് ഓഫ് പി എക്സ് ആർ മോർ ദാൻ 0 ആൻഡ് സം ഓഫ് ഓൾ പി എക്സ് വാല്യൂസ് ഈസ് ഈക്വൽ ടു 1. Therefore the given distribution is a probability distribution. 6.
ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് വെൻ എ ഡൈ ഈസ് ത്രൂ. ഒരു ഡൈ ത്രൂ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എന്താണ്? സെറ്റ് 1 2 3 4 5 6. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 എന്ന് പറഞ്ഞാലും ഗെറ്റിംഗ് 2 ഗെറ്റിംഗ് 3 എല്ലാം 1/6 ആണ്. പ്രോബിലിറ്റി ഓഫ് 1 1/6 ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 1/6. എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി 1/6 ആണ്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് എഴുതാം. എക്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 1/6, ഗെറ്റിംഗ് 2 1/6, ഗെറ്റിംഗ് 3 1/6, 4 1/6, 5 ആണെങ്കിൽ 1/6, 6 ആകുമ്പോൾ 1/6. ടോട്ടൽ പ്രോബിലിറ്റി 1. അടുത്ത എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. കാരണം നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഇൻറ്റു പി എക്സ് ചെയ്യാം. 1 × 1/6 1/6, 2 × 1/6 2/6, 3 × 1/6 3/6, 4 × 1/6 4/6, 5 × 1/6 5/6, 6 × 1/6 6/6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. 6 + 5 + 4 + 3 + 2 + 1 21. 21/6. That is 7/2. 7/2 means 3.5. അതാണ് എക്സ്പെക്റ്റേഷൻ എക്സ്. എക്സ്പെക്റ്റേഷൻ എക്സ് ഈക്വൽ ടു 3.5. എക്സ് ഈക്വൽ ടു 1 2 3 4 and corresponding probabilities are 6/38, 6/57, 6/76, 25/38. Write down the probability distribution. Find the expectation of x and variance of x. x 1 2 3 4, p of x എഴുതി. ഇനി ടോട്ടൽ p of x നോക്കാം. ആറും ഇവിടെ 6/57 ആണ്. 6/57 ആണ്. 2/19 4/38 ആണ്. അതുപോലെ 6/76 ആണ്. 3/38 ആണ്. അപ്പോൾ 6ഉം 4 10 3 13 25 38/38. അതായത് ഒന്ന് തന്നെ. സിഗ്മ പി ഓഫ് എക്സ് 1 ആണ്. ഇത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ എക്സ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കാണണം. അതായത് 1 × 6/38 6/38, 2 × 6/57 12/57, 3 × 6/76 18/76, 4 × 25/38 100/38. എല്ലാം കൂടെ ആഡ് ചെയ്യണം. 6ഉം ഇവിടെ 4/19 8/38 ആണ്. പിന്നെ ഇവിടെ 9/38 100/38. അപ്പോൾ 6ഉം 8ഉം 14ഉം 9ഉം 23 123/38. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അടുത്ത വേരിയൻസ് കാണാൻ വേണ്ടി x² ഇൻറ്റു പി ഓഫ് എക്സ് കാണാം. x² ഇൻറ്റു പി ഓഫ് എക്സ് ആണ് 1² ഇൻറ്റു 6/38 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 1 × 6/38 ഇങ്ങനെയാവും. എക്സ് ഇൻറ്റു എക്സ് പി ഓഫ് എക്സ് 6/38, 2 × 12 24/57, 3 × 18 54/76, 4 × 100 400/38. ആഡ് ചെയ്താൽ 400. ഇവിടെ ഒരു 27 ആണ് വരിക. 27 ഇവിടെ 24/57 ആണ്. അപ്പോൾ 8/19 16/38 വരും. 16/38. ഇനി ഇവിടെ 6 16 22 49 400 449/38. അതാണ് x² പി ഓഫ് എക്സ്. ഇനി വേരിയൻസ് കാണണം. എക്സ്പെക്റ്റേഷൻ എക്സ് തന്നെയാണ് 123/38. എക്സ്പെക്റ്റേഷൻ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 123/38. അതായത് 3.2368. അടുത്ത വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ആണ് വി ഓഫ് എക്സ്. അതായത് സിഗ്മ x² പി എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 449/38 മൈനസ് 3.2368 ഹോൾ സ്ക്വയർ. അതായത് 11.8157894736 മൈനസ് ഈ വാല്യൂവിൻ്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.3389 ആണ്. അതാണ് വേരിയൻസ് ഓഫ് എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു 0 1 2 3 ആർ റെസ്പെക്റ്റീവ്ലി 0.1 0.3 0.4 0.2. ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് 0 1 2 3, പി ഓഫ് എക്സ് 0.1 0.3 0.4 0.2. ആഡ് ചെയ്താൽ 2 4 6 3 9 10 1 കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. പിന്നെ പി ഓഫ് എക്സ് ഒക്കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 0 × 0.1 0 1 × 0.3 0.3 2 × 0.4 0.8 3 × 0.2 0.6. ആഡ് ചെയ്താൽ 1.7. സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് 1.7 അരിത്തമെറ്റിക് മീനായി. ഇനി വേരിയൻസ് കാണണം. അതിന് x² പി എക്സ്. അപ്പോൾ 0 × 0 0 1 × 0.3 0.3 2 × 0.8 1.6 3 × 0.6 1.8
ടോട്ടൽ 3.7. ഇനി നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1.7. അടുത്ത വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3.7. 3.7 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറയുന്നത് 1.7 ആണ്. അതിൻ്റെ സ്ക്വയർ 2.89. സബ്ട്രാക്ട് ചെയ്താൽ 0.81. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അതിൽ ഡിസ്ക്രീറ്റ് നോക്കാം. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. If the random variable of a probability distribution assumes specific values only, it is called discrete probability distribution. If the random variable of a probability distribution assumes specific values only, x takes values 0, 0.5, 6, അങ്ങനെ ഒരു സ്പെസിഫിക് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. For example, in tossing 2 coins, the number of heads obtainable can be 0, 1, 2. This is a discrete variable. The probability distribution of a discrete variable is a discrete probability distribution. For example, binomial distribution and Poisson distributions are discrete. Binomial distribution and probability distribution are discrete probability distributions. Continuous probability distribution. If a random variable of a probability distribution assumes any real value in a given interval, say AB, then the variable is called a continuous probability distribution. The probability distribution of a continuous variable is a continuous probability distribution. For example, normal distribution is a continuous probability distribution. Classification of probability distribution. Probability distribution is classified into two: discrete probability distribution and continuous probability distribution. Discrete probability distribution രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. എന്നാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. There are 3 alternative proposals before a businessman to start a new project. ഒന്നാമത്തെ പ്രപ്പോസൽ, profit of rupees 5 lakhs with a probability of 0.6 or a loss of rupees 80,000 with a probability of 0.4. Proposal 2, profit of rupees 10 lakhs with a probability of 0.4 or a loss of rupees 2 lakhs with a probability of 0.6. Proposal 3, profit of rupees 4.5 lakhs with a probability of 0.8 or a loss of rupees 50,000 with a probability of 0.2. If he wants to maximize profit and minimize the loss, which proposal he should prefer? ഇവിടെ നോക്കി തന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഏതാണോ അതാണ് ആ പ്രപ്പോസലാണ് പ്രിഫർ ചെയ്യാന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ കേസിലും പ്രപ്പോസൽ 1ലും പ്രപ്പോസൽ 2ലും പ്രപ്പോസൽ 3ലും നമുക്ക് എക്സ്പെക്റ്റേഷൻ എക്സ് കണ്ടെത്താം. ആദ്യത്തിലെ എക്സ്പെക്റ്റേഷൻ എക്സ് എന്താണ്? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതായത് 5 lakh ഇൻറ്റു 0.6 പ്ലസ് ലോസ് ഓഫ് റുപ്പീസ് 80,000. അപ്പോൾ മൈനസ് 80,000 ലോസ് എന്നുള്ളതുകൊണ്ട് മൈനസ് 80,000 ഇൻറ്റു 0.4. അത് സിംപ്ലിഫൈ ചെയ്യാം. അതുപോലെ പ്രപ്പോസൽ 2ൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 10 lakhs ഇൻറ്റു 0.4, പിന്നെ ലോസ് ഓഫ് റുപ്പീസ് 2 lakhs ആണ്. അപ്പോൾ മൈനസ് 2 lakh ഇൻറ്റു 0.6. അതുപോലെ പ്രപ്പോസൽ 3, profit of rupees 4.5 lakh with a probability 0.8. അപ്പോൾ 0.8 ഇൻറ്റു 4.5. പിന്നെ ലോസ് ഓഫ് റുപ്പീസ് 50,000 മൈനസ് 50,000 ഇൻറ്റു 0.2. ഇതിലേറ്റവും കൂടുതൽ ഏതാണോ അതാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഹിയർ വി ഷുഡ് കാൽക്കുലേറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് ഈച്ച് പ്രപ്പോസൽ. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രപ്പോസലിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ്? 5 ലക്ഷം ഇൻറ്റു 0.6, പിന്നെ 80,000 മൈനസ് 80,000 ആണ് ഇൻറ്റു 0.4. അതായത് 3 ലക്ഷം മൈനസ് 32,000
2,68,000. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പ്രപ്പോസൽ 2 10 lakh പ്രോഫിറ്റ് ആണ്. അപ്പോൾ 10 lakh ഇൻറ്റു 0.4, പിന്നെ 2 lakh ലോസ് ആണ്. അപ്പോൾ -2 lakh ഇൻറ്റു 0.6, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2,80,000. അതുപോലെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പ്രപ്പോസൽ 3 4,50,000 ഇൻറ്റു 0.8 പ്ലസ് 50,000 ലോസ് ആണ്. അപ്പോൾ -50,000 ഇൻറ്റു 2.2, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3,50,000. അതിലേറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടിയത് 3,50,000 ആണ്. സിൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് ഹയസ്റ്റ് ഇൻ കേസ് ഓഫ് പ്രപ്പോസൽ 3, the businessman should prefer the proposal 3.